ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവിൻ്റെ ക്ഷമ ലഭിച്ചവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അനേകരുണ്ട്, ഏതാനും ചിലരുടെ കാര്യങ്ങൾ മാത്രം ഇന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് പക്ഷപാതക്കാരനെ കുറിച്ച് നമുക്ക് നോക്കാം. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യമുണ്ട്. അവർ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടുന്ന് മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യമുണ്ട്. പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ പാപങ്ങൾ മോചിച്ചു കൊടുത്തത്. അവന് ക്ഷമ കിട്ടിയതിനാൽ അവൻ രക്ഷിക്കപ്പെട്ടതായും നാം ഇവിടെ കാണുന്നു. കർത്താവിൻ്റെ കാലിൽ തൈലം പൂശിയ ആ സ്ത്രീയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബേഥാന്യയിലെ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വെച്ച് നടന്ന സംഭവമാണ് ഇത്. ആകയാൽ ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോഹിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 47 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഭാഗമാണിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചത്. ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, മറിയ സ്വച്ഛജട മാംസി തൈലം എടുത്ത് കർത്താവിനെ കാൽക്കൽ അത് പുരട്ടിയപ്പോൾ അവർക്ക് അവിടെ പാപം മോചിച്ചു കിട്ടിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം മുതൽ പറയുന്നത്. അതിൽ ഇപ്രകാരം പറയുന്നു: ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇതും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യോശുവ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നീടുള്ള ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അവളെ ആരും തന്നെ കല്ലെറിയാതെ അവിടെ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവ് അവളെയും അവിടെ നിന്നും ഫ്രീ ആക്കിക്കൊണ്ട് പറയുന്നത്, നീ ഇനി പാപം ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ കർത്താവിനെ തള്ളിപ്പറയുന്ന പത്രോസിനെയും നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 18 വരെ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശിലെ കള്ളനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്, നീ എന്നോടുകൂടെ ഇന്ന് പർദീസയിലിരിക്കുമെന്ന് വലത്തുഭാഗത്തെ കള്ളനോട് പറഞ്ഞ ഭാഗം ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്തത് യേശുവിനെ ക്രൂശിച്ചവരെക്കുറിച്ചും ലൂക്കോസ് എവൻഗേലിയോസ് തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ, എന്നാൽ യേശുവെ, ഇവർ ചെയ്യുന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെയും അവൻ അവർക്ക് മോചനം കൊടുക്കുകയാണ്, പാപത്തിൽ നിന്നും അവരെ വിമുക്തരാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കും പാപമോചനവും ക്ഷമയും ലഭിക്കും. അതിനായി നാം ഒരുക്കമുള്ളവരാകാനായി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ അതിന് പ്രകാരം എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുകയും എന്തൊക്കെയും നമുക്ക് ഒരു സംഭവിച്ചാലും അതൊക്കെയും നമ്മളുടെ ഒരു പരീക്ഷണമാണ് എന്ന് കരുതി നാം ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മുടെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് ശ്ലീഹ തൻ്റെ പൊതുവിനെഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ നീതിമാന്മാർ ആയിട്ട് നമ്മൾ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരസ്പരം നമ്മളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും മനസ്സിലാക്കി ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.